ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കൃഷി വീട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മൾ പെസഹായിക്ക് അപ്പമേ ഉണ്ടാക്കിയിട്ട് മിച്ചമുള്ള നമ്മൾ ഉണങ്ങി വെക്കുകയല്ലേ, അതുകൊണ്ട് സാധനം ഉണ്ടാക്കി കാണിക്കാവേ. അത് നമ്മൾ ചട്ടിക്കച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്ത് കോരണേ, ചുമന്ന് നിരത്തി വരത്തണേ. ഇത് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ശർക്കര വേണം, ശർക്കര ഇത് ഇത്രയൊക്കെ മതി കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ വേണം, ഒരു 2-3 ഏലക്ക വേണം. ജീരകം ചേർക്കണ്ട, കാരണം ജീരകം നമുക്ക് അതിൻ്റെ തൊണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ജീരകം ചേർക്കണ്ടേ. ഈ ബ്രൗൺ നിറം വരെ നമ്മളിത് വറക്കണം. വറുത്തിട്ട് ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ കോരിയെടുക്കണേ. എന്നിട്ട് എന്നാ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വറുത്ത ഈ അപ്പം നമ്മൾ മിക്സിയിലെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മൊത്തം നമുക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. അതുകൊണ്ട് ഈ പരുവം നമുക്ക് പൊടിയാനായിട്ട് എളുപ്പമായിരിക്കുമേ. അത് നല്ല പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഒരുമാതിരി പൊടിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ പിന്നെ ശർക്കരയും തേങ്ങായും ജീരകമല്ല ഏലക്കയാണ് ചേർക്കാനായിട്ടെ. ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഒത്തിരി നന്നായിട്ട് പൊടിക്കണ്ട, ഒരു മീഡിയം പൊടിച്ചാൽ മതി. നമ്മൾ കടിക്കുമ്പോഴത്തേനൊരു തരതരാന്നൊക്കെ വരുവാണെങ്കിൽ അത് സൂപ്പർ കേട്ടോ. എന്നിട്ട് ഇത് നല്ല മിക്സി ചേർക്കണം. പൊടിച്ച് കഴിയുമ്പോഴത്തേന് ഈ അങ്ങനെ ആവും. ഇത് നല്ല ഇതുണ്ടോ, നമ്മൾ പൊടിച്ചിട്ട സാധനമാണിത്. ഇത് പിന്നെ നമ്മൾ ആവശ്യത്തിന് ശർക്കര, തേങ്ങ എന്തോരം വെള്ളം ചേർക്കാം, ശർക്കര ആവശ്യത്തിന് മാത്രം ചേർത്താം. നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ശർക്കര ചേർക്കാവുള്ളേ. ഇതുണ്ടോ, പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുവേ. ഇത് നല്ലൊരു രുചിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജീരകമൊക്കെ ഉണ്ടെന്തായാലും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് ഈ വർഷം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷം കുറച്ച് ഉണങ്ങി വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.